ഹായ് ഹലോ, നമുക്കിന്ന് സിമ്പിളായിട്ട് വേഗത്തിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇന്ത്യ ഗേറ്റിൻ്റെ അരി 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ 1 മണിക്കൂറോളം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്തേക്ക് ഞാനൊരു 3 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഒരു കറുവപ്പട്ട, അതുപോലെ തന്നെ ഒരു ബേ ലീഫ്, ഒരു 2-3 കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു. ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1 മണിക്കൂർ സോക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഈ അരി ഒരു 10-20 മിനിറ്റ് പോലും എടുത്തില്ലാന്ന് തോന്നുന്നു. എനിക്കിത് വേഗം തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേഗം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. വെന്ത് കഴിഞ്ഞ സമയത്ത് ഇതിനെ ഞാനൊന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരു അരിപ്പയിലേക്ക്. അതവിടെ ഇരുന്ന് വെള്ളമൊക്കെ തോർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം ഇല്ലേ അടുത്തതായിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടി 2 പൊട്ടറ്റോയും ഒരു വലിയ ഉള്ളിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ മെഴുക്കുരട്ടിക്കൊക്കെ അരിയില്ലേ, അങ്ങനെയാണ് ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ പൊട്ടറ്റോ കേട്ടോ. അതാ ഞാൻ അരിയൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതാ പാകത്തിനുള്ള വേവൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എല്ലാവർക്കും തന്നെ അറിയാം. കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കാൻ ആർക്കും അറിയത്തില്ലാത്തല്ലേ. അപ്പോൾ ഇതാ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കുക കേട്ടോ. ആ വെന്ത് വരുന്ന സമയത്ത് വേണം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ആദ്യമേ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ അടുക്കി പിടിച്ചിങ്ങനെ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു ലേശം മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച അരിയും കൂടി ഇട്ട് അരിയും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി, ഉപ്പ് വേണമെങ്കിൽ ലേശം കൂടി ചേർക്കാം. എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് എടുക്കുക കേട്ടോ. അത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.